പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ എല്ലാ ദിവസവും സന്ദേശം കേൾക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഏറെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അഭ്യുദയകാംക്ഷികൾ, അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ, നിങ്ങൾ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. കർത്താവ് എനിക്ക് നൽകി ഇന്നത്തെ ദൂത്, ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ആലോചന, ദാവീദ് ഏൻഗേദി മരുഭൂമിയിലും അതുല്ലാം ഗുഹയിലും ഒക്കെ ശൗലിനെ ഭയന്ന് കഴിയുന്ന കാലം, ശൗലിന്റെ അസൂയ നിമിത്തം ശൗല് ദാവീദിനെ കൊല്ലുവാൻ ഓടിക്കുന്ന കാലം, അദ്ദേഹം ഒളിച്ചു പാർക്കുക, ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടി ഒളിച്ചു പാർക്കുക, മാറി നിൽക്കുക. യോദ്ധാവാണ്, ഗോലിയാത്തിനെ കൊന്നവനാണ്, കഴിവുള്ളവനാണ്, സൈന്യാധിപനൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിലും വീടിനകത്തൊരു പ്രശ്നം വരുമ്പോൾ അവന്റെ അത്തരത്തിലുള്ള പരാക്രമമോ കഴിവൊന്നും പ്രകടിപ്പിക്കാതെ ഓടിക്കളയുക, മാറിക്കളയുക. അങ്ങനെ ഒരു ഗുഹയ്ക്കകത്തേക്ക് അദ്ദേഹം കയറി ഒളിക്കുന്ന സമയത്ത്, പാർക്കുന്നത് മരുഭൂമിയിലും ഗുഹയ്ക്കകത്തുമാണെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് 57-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ പാർക്കുന്നത് ഒരു ഗുഹയുടെ മറവില, ഗുഹയ്ക്കകത്താണെങ്കിലും ദൈവത്തിന്റെ ചിറകായിട്ടാണ് ഞാൻ ഈ ഗുഹയെ കാണുന്നത്. ആ ചിറകിന്റെ മറവിൽ ഞാൻ നിൽക്കുകയാണ്. എന്നിട്ടോ പാർക്കുന്ന ഗുഹയ്ക്കകത്താണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും ദൈവം, യഹോവ എനിക്ക് വേണ്ടി സർവവും നിർവഹിക്കും. ആമേൻ. ഞാൻ ഇതിനകത്ത് പാർത്താലും ദൈവം എൻ്റെ കാര്യമെല്ലാം നിർവഹിച്ചോളും. 57-ാം സങ്കീർത്തനം 2-ാം വാക്യം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അതെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള സമാനമായ പ്രതിസന്ധികളിലൂടെ, മരുഭൂമിയിലൂടെ, ഗുഹയ്ക്കകത്ത് ഒളിച്ചു പാർക്കുന്നവരെ പോലെ നിങ്ങൾ ജീവിക്കുന്നു, താമസിക്കുന്നു, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളിൽ സർവവും നിർവഹിച്ചു തരുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടേതാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാകട്ടെ, നിങ്ങളുടെ ഭാവിയുടെ വിഷയങ്ങളാകട്ടെ, ഇതൊക്കെ ദൈവം നിർവഹിക്കുന്ന നല്ല ഉറപ്പ്. ഇപ്പൊ എല്ലാ പ്ലാനുകളും തകർന്ന് ഒരു രാജാവിന്റെ മരുമകനായിട്ട്, നാളുകളിൽ രാജാവായിട്ട് ഒക്കെ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങൾക്കകത്ത് നിൽക്കുമ്പോഴും പെട്ടെന്ന് ഒന്നുമില്ലാത്തവനെ പോലെ, ഒരു പദവി ഇല്ലാത്തവനെ പോലെ ഓടിപ്പോകേണ്ടി വരുന്നു, ഒരു ഗുഹയ്ക്കകത്ത് കഴിയേണ്ടി വരുന്നു, മരുഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്നു. 1-2 നാളുകളല്ല, വർഷങ്ങൾ കഴിയേണ്ടി വരുന്നു. അപ്പൊ ഇതെല്ലാം താൻ കടന്നുപോയ അനുഭവങ്ങളിലും പറയുകയാണ്, ദൈവം എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കും. ആമേൻ. ഞാൻ അത്യുന്നതനായ ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെയാണ്. അവൻ നമുക്ക് വേണ്ടി സർവ്വം നിർവഹിക്കും. ദാവീദിന്റെ മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, പൂർത്തീകരണം വരുത്തും, ഒരു ശുഭ പര്യവസാനം എനിക്കുണ്ടാകും. 138-ാം സങ്കീർത്തനത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്, 8-ാം വാക്യം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹല്ലേലൂയ. നിങ്ങളുടെ ആയുസ്സിന്റെ പൂർത്തീകരണം കാണിക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞാലും, ദൈവം നിങ്ങളിൽ ആരംഭിച്ച പ്രവൃത്തികൾ എങ്ങും എത്തിക്കത്തില്ലെന്ന് അസൂയക്കാരും ചതിയന്മാരൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഇന്ന് നിങ്ങളെ നോക്കുമ്പോൾ ലോകപ്രകാരം ഒരു ഉയർന്ന സ്ഥാനത്തോ ഉയർന്ന നിലവാരത്തിലോ അംഗീകരിക്കപ്പെടുന്ന മേഖലയിലോ ഒന്നും നിങ്ങളെ കാണാനില്ലെങ്കിലും ദൈവം അറിയുന്നു. ദൈവം നിങ്ങളെ ആക്കിയ സ്ഥാനത്ത് നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നതുകൊണ്ട് ദൈവം നിങ്ങളെ സമയമാകുമ്പോൾ ഉയർത്തും. ദൈവത്തിന്റെ സമയം വരട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവം നിങ്ങൾക്ക് വേണ്ടി പൂർത്തീകരണങ്ങൾ തരും. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് സമാപ്തി വരുത്തും. ഹല്ലേലൂയ. അടുത്തൊരു സങ്കീർത്തനത്തിൽ, 18-ാം സങ്കീർത്തനത്തിൽ പറയുന്ന വാക്യങ്ങൾ കേട്ടോണേ. 32-ഉം 33-ഉം വാക്യം. 18-ന്റെ 32, 33. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എന്റെ കാലുകളെ മാൻപേട കാൽക്ക് തുല്യമാക്കി എന്റെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു. സ്വർഗത്തിൽ എനിക്കൊരു ദൈവമുണ്ട്. എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ കാര്യം നടത്താൻ ആ ദൈവത്തിന് ശക്തിയുണ്ട്. അവൻ തൻ്റെ ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കിയിട്ട് എൻ്റെ വഴിയുടെ കുറവ് അവൻ തീർക്കും. ഹല്ലേലൂയ. ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ പറയുക, നിങ്ങളുടെ വഴിയുടെ കുറവ് അവൻ തീർക്കും. എവിടെയൊക്കെ നിങ്ങൾക്ക് പോരായ്മ വന്നിട്ടുണ്ട്, എവിടെ ഒരുപക്ഷെ നിങ്ങളുടെ വിദ്യാഭ്യാസം പാതി വഴിയിൽ അസ്തമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. ജോലി എവിടെ എത്തിയിട്ടില്ലായിരിക്കും. ഇനി ജോലിയുടെ കാര്യം നടന്നാൽ പോലും വരുമാനമോ ഒരു വീടോ ഒരു സൗകര്യമോ കുഞ്ഞുങ്ങളെ അയക്കാനോ എങ്ങും എത്താത്ത രീതിയിൽ നിങ്ങളുടെ അധ്വാന ഫലമായിരിക്കാം. കർത്താവ് ഒരു ദൂത് നിങ്ങളോട് പറയുകയാണ്, ഈ 2026
ഈ വർഷത്തിന്റെ ഈ മാസങ്ങളിൽ ദൈവം നിങ്ങളുടെ വഴിയുടെ കുറവ് തീർക്കും. ആമേൻ പറഞ്ഞേ. ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ദൂത് നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞാൽ മതി. ദൈവം തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായിട്ടാണെങ്കിലും ഗുഹയ്ക്കകത്തോ മരുഭൂമിയിലോ ഒക്കെ ജീവിക്കേണ്ടി വന്നാലും കാര്യങ്ങളൊക്കെ ദൈവം നടത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റു പറയണം. നമ്മുടെ വിശ്വാസം നമ്മൾ പറയണം. യബ്ബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം അതിന്റെ 4-ാം അധ്യായം 9-10 വാക്യത്തിൽ കാണാം. അവിടെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം ഒരു ഇസ്രായേൽ പൗരനോ യഹൂദ വംശാലിപ്പെട്ട ആളോ ആയിട്ടൊന്നും കാണുന്നില്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ ഭയങ്കര വിശ്വാസമായിരുന്നു. ജനിച്ചത് ഒരു വ്യസനപുത്രനായിട്ടായിരുന്നു. അവന്റെ അമ്മ അവനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. സഹോദരന്മാരുടെ നടുവിൽ അവൻ അംഗീകാരമുള്ളവനല്ലായിരുന്നു. എന്താ പറയുന്നത്? അപമാനിതനായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന 4-ാം അധ്യായം 10-ാം വാക്യം, 1 ദിനവൃത്താന്തം 4:10. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. കണ്ടോ? വീടിനകത്ത് ജനിപ്പിച്ച അമ്മ പോലും ആ രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്യുവാൻ നിൽക്കാതിരിക്കുമ്പോൾ, സഹോദരന്മാരുടെ മുമ്പിൽ അവൻ അപമാനിതനായി നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ അടുക്കൽ എൻ്റെ കാര്യം എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന യഹോവയായ ദൈവം, ഇസ്രായേലിന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച എൻ്റെ കാര്യമെല്ലാം നടക്കും എന്ന് ഭയങ്കര വിശ്വാസം. പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാ, പശ്ചാത്തലങ്ങളൊന്നും അനുകൂലമല്ല. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അതെ, നിങ്ങളുടെ പ്രാർത്ഥന ഇന്നലെ നാളെ മറുപടി ഉണ്ടാകും കേട്ടോ. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങൾ അപേക്ഷിച്ചതിനെ ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. ഹല്ലേലൂയ. അതെ, വഴിയുടെ കുറവ് തീർക്കുന്ന ദൈവം. ഈ 57-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്ത് ഒഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ദൈവത്തിന്റെ ചിറകിന്റെ നിഴലിൽ. ഹല്ലേലൂയ. കർത്താവ് കൂടെ ഉണ്ട് കേട്ടോ. കർത്താവ് കൂടെ ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് ആരും ശരണം തരുന്നില്ല, അല്ലെങ്കിൽ ആരും അഭയം തരുന്നില്ല, ആരും സഹായിക്കുന്നില്ല, ഒരു ഗുഹയാണ് ആശ്രയമെങ്കിൽ അത് ദൈവത്തിന്റെ ചിറകായിട്ട് കാണുക. നിങ്ങളെ ദൈവം മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ചിറക്, അത്യുന്നതന്റെ മറവിൽ ദൈവം നിങ്ങളെ മറയ്ക്കുക. അവന്റെ തൂവലുകൾ കൊണ്ട് നിങ്ങളെ മറയ്ക്കുകയാണ്. അവന്റെ വിശ്വസ്തത നിങ്ങൾക്ക് പരിചയം പലകയുമാകുന്നു. കൂടെ ആരുമില്ല, പരിചയമായി പലകയായി നിൽക്കാൻ ആരുമില്ല, പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തത കൂടെ ഉണ്ട്. ആമേൻ. അത് വിശ്വസിച്ചോ. നിങ്ങൾക്ക് വേണ്ടി സർവവും നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ ഇന്ന് ഈ ഞായറാഴ്ചയും രാത്രി 10 മുതൽ 11 വരെ, ഇന്ത്യൻ സമയം 10 മുതൽ 11 വരെ ഓൺലൈൻ വർഷിപ്പും നിങ്ങൾക്ക് വേണ്ടിയുള്ള വിടുതൽ സന്ദേശമുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണം. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. ഈ മാസത്തിന്റെ ആദ്യത്തെ സൺഡേ ആണല്ലോ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ മീറ്റിംഗിൽ നിങ്ങൾ നിശ്ചയമായും പങ്കെടുക്കണം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി സർവവും നിർവഹിക്കുന്ന ഒരു ദൈവം, ഞങ്ങൾ ആ ദൈവത്തെ വിശ്വസിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ എവിടെയൊക്കെ കുറവുകൾ തീർക്കാനുണ്ട് അവിടെയെല്ലാം നീ കുറവ് തീർത്ത് മക്കൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ കർത്താവെ എവിടെയൊക്കെ അപമാനിക്കപ്പെട്ടോ, എവിടെയൊക്കെ കർത്താവെ ഓടിപ്പോകേണ്ടി വന്നോ, എവിടെ മാറി നിൽക്കേണ്ടി വന്നു കർത്താവെ, അതെല്ലാം നിന്റെ നാമത്തിൽ അവർ ക്ഷമിക്കുമ്പോൾ, സഹിക്കുമ്പോൾ, കർത്താവെ ഒറ്റപ്പെടുമ്പോൾ ഒക്കെയും നിന്റെ മക്കൾക്ക് വേണ്ടി നീ ഇറങ്ങി വരും. ഹല്ലേലൂയ. ആമേൻ. കർത്താവെ, നിന്റെ മക്കൾക്ക് വേണ്ടി സമാപ്തി വരുത്തും. കർത്താവെ, അവിടെ വഴിയുടെ കുറവ് നീ തീർക്കും, സർവവും നിർവഹിച്ചു കൊടുക്കും. നിന്റെ മക്കളുടെ വിഷയത്തിൽ ഉത്തരവാദിത്തം ഉണ്ടാകാതിരിക്കുന്ന ഓരോ കാര്യത്തിലും നിർവഹിക്കേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം നിർവഹിച്ചു കൊടുക്കും. അത് വിശ്വസിക്കുന്നു. അത് സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി സർവവും നിർവഹിക്കും. മറക്കരുത്, രാത്രിയിലെ മീറ്റിംഗിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവയ്ക്കുക. ഗാഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ.